ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്ലെയിൻ എന്ന ടോപ്പിക്കാണ്. അതായത് നമ്മളെ 3D ജോമെട്രി എന്ന ചാപ്റ്ററിലുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്ലെയിൻ. ജെ അഡ്വാൻസിന്റെ വ്യൂവിൽ നോക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു ടോപ്പിക്കിനെ പ്രത്യേകിച്ചാൽ നമ്മൾ എന്ത് ചെയ്തില്ല, 3D ചാപ്റ്റർ നമ്മൾ ജെയ് മെയിൻ ഇവിടെ പഠിക്കുമ്പോൾ ഈ ടോപ്പിക് പഠിക്കുന്നില്ല, ബിക്കോസ് അത് സിലബസിലില്ല അല്ലെ. പക്ഷെ ജെയ് അഡ്വാൻസിന് വേണ്ടി പഠിക്കുന്ന ഒരാൾ എപ്പോഴും നോക്കി വെക്കേണ്ട ടോപ്പിക്കാണിത് പ്ലെയിൻ എന്ന ടോപ്പിക്. ആ പ്ലെയിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്ലെയിൻ എന്തൊക്കെ പഠിക്കണോ ആ കാര്യങ്ങൾ മൊത്തം ചെയ്യും ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യും. വൃത്തിയായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. എഗെയിൻ വെറുതെ കുറെ കാര്യങ്ങൾ ബൈഹാർട്ട് ആവശ്യമില്ല. എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് പഠിക്കുക, അതുപോലെ കൺസെപ്ഷൻ പഠിക്കുക. ഓക്കെ, സോ വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ടോപ്പിക്കിൽ പഠിക്കുന്ന കാര്യം എന്താ, ഇക്വേഷൻ ഓഫ് പ്ലെയിനാ. ഒരു പ്ലെയിന്റെ ഇക്വേഷൻ ആണ് പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. എനിക്ക് ഒരു പ്ലെയിന്റെ ഇക്വേഷൻ കാണേ. എഗെയിൻ നിങ്ങൾ വെറുതെ ബൈഹാർട്ട് ചെയ്യണ്ട. ഞാൻ ഈ പ്ലെയിന്റെ ഇക്വേഷൻ കാണുന്ന വിചാരിക്കും അല്ലെ. അവിടെ എപ്പോഴും നമുക്ക് ഒരു പ്ലെയിന്റെ ഇക്വേഷൻ കാണുമെങ്കിൽ നമുക്ക് എപ്പോഴും വേണ്ട കാര്യം പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റും പ്ലെയിന്റെ നോർമൽ വെക്ടറും. എന്താണ് പ്ലെയിന്റെ ഇക്വേഷൻ കാണുമെങ്കിൽ പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് വേണം, അതുപോലെ പ്ലെയിന്റെ നോർമൽ വെക്ടർ വേണം. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ് ഒരു x1 y1 z1 ആണെന്ന് വിചാരിക്കുക. ഈ പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ് ആരാ, x1 y1 z1 അല്ലെ. അതേപോലെ ആ പ്ലെയിന്റെ നോർമൽ വെക്ടറെ AI പ്ലസ് BJ പ്ലസ് CK ആണെന്ന് വിചാരിക്കും. നോർമൽ വെക്ടർ ആരാ, A പ്ലസ് BJ പ്ലസ് CK അല്ലെ. ഈ രണ്ട് കാര്യങ്ങൾ മതി ആ പ്ലെയിന്റെ ഇക്വേഷൻ കാണും അല്ലെ. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ഒരു പ്ലെയിന്റെ ഇക്വേഷൻ കാണാൻ രണ്ട് ഇൻഫർമേഷൻ മതി അല്ലെ. ആ രണ്ട് ഇൻഫർമേഷൻ എന്തൊക്കെയാ, ഒന്നാമത്തെ കാര്യം പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റാ, രണ്ടാമത്തെ കാര്യം പ്ലെയിന്റെ നോർമൽ വെക്ടർ അല്ലെ. ഇവിടെ എനിക്ക് എന്താ അറിയാം, പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ് പറയാം, പ്ലെയിന്റെ നോർമൽ വെക്ടർ അല്ലെ. ഈ നോർമൽ വെക്ടർ ഞാൻ ആണെങ്കിൽ ഒരു എൻ ക്യാപ് എന്ന് വിളിച്ചു അല്ലെ, എൻ ബാർ എന്ന് വിളിച്ചു. എൻ ബാർ ഇങ്ങനെ പ്ലെയിന്റെ ഇക്വേഷൻ കാണാം. ഞാനേ ഒരു ജനറൽ പോയിന്റ് എടുത്തു ആ പ്ലെയിനിലെ അല്ലെ. ആ പ്ലെയിനിൽ ഒരു ജനറൽ പോയിന്റ്, ആ പോയിന്റ് ഇതാണെന്ന് വിചാരിക്കും. ഈ പോയിന്റ് ആറാന്ന് വിചാരിക്കും. ആ പോയിന്റ് ആരാ, ആർ ഈസ് ദ ജനറൽ പോയിന്റ് ഓൺ പ്ലെയിൻ അല്ലെ. ആ പ്ലെയിനിൽ എവിടുത്തെ ഒരു പോയിന്റ് ആണത് ആറ്. ആ ആറിന് ഞാൻ x, y, z എന്ന് വിളിച്ചു. ആറാ x, y, z. ഓക്കെ, അങ്ങനെ ഞാൻ ഈ പ്ലെയിന്റെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പോണേ. എടാ ഇവിടെ AR ബാർ എന്ന വെക്ടർ എടുത്തു. AR ബാർ അല്ലെ. ആ AR ബാർ എന്ന വെക്ടർ ഇതല്ലേ അല്ലെ. അവിടെ എന്ന ആറിലേക്കുള്ള വെക്ടർ AR ബാർ അല്ലേ. ആ AR ബാർ എന്ന വെക്ടർ ഞാൻ വരച്ചു അല്ലെ. അതേപോലെ ഇതാര N ബാർ അല്ലേ, അതാര N ബാർ അല്ലേ അല്ലെ. നിങ്ങൾ പറ, ആ AR ബാറും N ബാറും തമ്മിൽ ബന്ധം എന്താ? AR ബാറും N ബാറും തമ്മിൽ ബന്ധം ഇതല്ലടാ AR ബാർ, ഇതല്ലേ AR ബാർ, ഇതല്ലേ N ബാർ അല്ലെ. ആ AR ബാറും N ബാറും തമ്മിൽ ആംഗിൾ 90 അല്ലേ അല്ലെ. അവിടെ AR ബാർ എന്ന വെക്ടറും N ബാർ എന്ന വെക്ടറും തമ്മിൽ ആംഗിൾ എന്താ, 90. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ 90 ആണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സ് ഡോട്ട് ചെയ്ത് 0 കിട്ടും അല്ലെ. അവിടെ ഇതാണ് AR ബാർ, ഇതാണ് N ബാർ, രണ്ട് തമ്മിൽ ആംഗിൾ 90. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ 90 ആണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സ് ഡോട്ട് ചെയ്ത് എന്ത് കിട്ടും, 0 കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാ അല്ലെ. അപ്പൊ ഇതാണ് പ്ലെയിന്റെ ഇക്വേഷൻ. ഇത്രയുള്ള കാര്യം അല്ലെ. ഇനി ഇന്ന് ഉണ്ടാക്കിയെടുക്കാന്ന് മാത്രമാണ്. അവിടെ വളരെ സിമ്പിൾ കാര്യമാണ്. ഞാൻ ചെയ്താൽ എന്താ, എന്റെ കയ്യിൽ എന്തുണ്ടാവും, പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടാവും അല്ലെ. പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടാവും അല്ലെ. പിന്നെ പ്ലെയിന്റെ നോർമൽ വെക്ടർ ഉണ്ടാവും അല്ലെ. അങ്ങനെയെങ്കിൽ ആ പ്ലെയിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്, ആ പ്ലെയിനിലെ എവിടുത്തെ ഒരു പോയിന്റ് എടുത്തു, ആറാണ് ചോദിക്കുക അല്ലെ. അപ്പൊ AR ബാറും N ബാറും തമ്മിൽ ആംഗിൾ 90 ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ AR ബാറും N ബാറും തമ്മിൽ ആംഗിൾ 90 ആണെങ്കിൽ ആ രണ്ടാ ഡോട്ട് ചെയ്ത് 0 ഉണ്ട് അല്ലെ. അപ്പൊ AR ബാർ ഡോട്ട് N ബാർ എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലെ. ഇനി ആരാ AR ബാർ, എടാ AB ബാർ എന്ന് പറഞ്ഞാൽ B ബാർ മൈനസ് A ബാർ അല്ലേ അല്ലെ. സെക്കൻഡ് പോയിന്റ് പൊസിഷൻ വെക്ടർ മൈനസ് ഫസ്റ്റ് പോയിന്റ് പൊസിഷൻ വെക്ടർ അല്ലേ. അപ്പൊ AR ബാർ എന്താ, പൊസിഷൻ വെക്ടർ ഓഫ് R മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് A ഡോട്ട് N എന്താ, 0. ഇതാണ് പ്ലെയിന്റെ വെക്ടർ ഇക്വേഷൻ. R ബാർ മൈനസ് A ബാർ ഡോട്ട് N എന്താ, 0. ഇതാണ് പ്ലെയിന്റെ വെക്ടർ ഇക്വേഷൻ. R ബാർ മൈനസ് A ബാർ ഡോട്ട് N ബാർ എന്താ, 0. അവിടെ A ബാർ എന്താ പാസ് ചെയ്യുന്ന പോയിന്റ് പൊസിഷൻ വെക്ടറാ അല്ലെ. ഇനി N ബാർ എന്താ, നോർമൽ വെക്ടർ ആണ്, അത് ഓർത്തുക അല്ലെ. ആ പ്ലെയിന്റെ ഇക്വേഷൻ വന്ന മെത്തേഡ് മനസ്സിലായി വിചാരിക്കണേ. R ബാർ മൈനസ് A ബാർ ഡോട്ട് N ബാർ എന്താ, 0. അത് ഓർത്ത് വെക്കുക അല്ലെ. ഇനി ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന വേറെ ഇക്വേഷൻ ആണ്, നോക്കേ. അവിടെ ഇപ്പൊ മനസ്സിലായി, R ബാർ മൈനസ് A ബാർ ഡോട്ട് N ബാർ എന്താണ്, 0 ആണ് അല്ലെ. R ബാർ എവിടെ, R ബാർ എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ആറിന്റെ പൊസിഷൻ വെക്ടർ അല്ലേ അല്ലെ. അവിടെ ക്യാപിറ്റൽ ആറിന്റെ പൊസിഷൻ വെക്ടർ അല്ലേ സ്മോൾ ആർ, ക്യാപിറ്റൽ എന്റെ പൊസിഷൻ വെക്ടർ സ്മോൾ എ അല്ലേ, ക്യാപിറ്റൽ ബിന്റെ പൊസിഷൻ വെക്ടർ സ്മോൾ ബി അല്ലേ. പൊസിഷൻ വെക്ടർ എപ്പോൾ ഡിനോട്ട് ചെയ്യുക, സ്മോൾ ലെറ്റേഴ്സ് അല്ലേ അല്ലെ. അപ്പൊ ഈ ക്യാപിറ്റൽ ആറിന്റെ പൊസിഷൻ വെക്ടർ അല്ലേ സ്മോൾ ആർ അല്ലെ. ഈ ക്യാപിറ്റൽ ആറിന്റെ പോയിന്റ് ആരാ, X, Y, Z അല്ലേ. അപ്പൊ അതിന്റെ പൊസിഷൻ വെക്ടർ എന്താ, XI പ്ലസ് YJ പ്ലസ് ZK അല്ലെ. ഇനി A ബാർ ആരാ, A എന്ന പോയിന്റ് ആരാ, X1 Y1 Z1 ആണ് അല്ലെ. അതിന്റെ പൊസിഷൻ വെക്ടർ A ബാർ വരിക. അപ്പൊ എന്താ, X1I പ്ലസ്
y1 j പ്ലസ് z1 k അല്ലെ. അങ്ങനെയെങ്കിൽ ആർ ബാർ മൈനസ് എ ബാർ എന്ത് തരിക? ആർ ബാറും എ ബാറും സബ്ട്രാക്ട് ചെയ്യുക. ആർ ബാറും എ ബാറും സബ്ട്രാക്ട് ചെയ്യുക. അപ്പം എന്താ? എക്സ് ഐ മൈനസ് എക്സ് വൺ ഐ, അത് എക്സ് മൈനസ് എക്സ് വൺ ഐ അല്ലേ, പ്ലസ് വൈ മൈനസ് വൈ വൺ ജെ, വൈ മൈനസ് വൈ വൺ ജെ പ്ലസ് സെഡ് മൈനസ് സെഡ് വൺ കെ. ഇതാണ് ആർ ബാർ മൈനസ് എ ബാർ. ഇതാണ് ആർ ബാർ മൈനസ് ആർ ബാറും എ ബാറും സബ്ട്രാക്ട് ചെയ്തു അല്ലെ. ഇനി എൻ ബാർ എന്താ? എൻ ബാർ എന്താ? എൻ ബാർ നോമിനൽ വെക്ടർ അല്ലേ. ആ എൻ ബാർ ഇവിടെ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ പറഞ്ഞില്ലേ അല്ലെ. എൻ ബാർ എന്താ? എൻ ബാർ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ആണ് അല്ലെ. അപ്പൊ എൻ ബാറിന് പകരം ആരെഴുതാ? എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ അല്ലെ. ഇനി എന്റെ ഇക്വേഷൻ എന്താ? ആർ ബാർ മൈനസ് എ ബാർ ഡോട്ട് എൻ ബാർ 0 അല്ലേ. ഇതാണ് ആർ ബാർ മൈനസ് എ ബാർ, ഇതാണ് എൻ ബാർ. രണ്ട് ഡോട്ട് ചെയ്യുക. ആർ ബാർ മൈനസ് എ ബാർ ഡോട്ട് എൻ ബാർ അല്ലെ. ഡോട്ട് എല്ലാവർക്കും അറിയില്ല എന്ത് വരിക? ഇത് ഇൻറ്റു എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ, എ ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ പ്ലസ് ബി ഇൻറ്റു വൈ മൈനസ് വൈ വൺ പ്ലസ് സി ഇൻറ്റു സെഡ് മൈനസ് സെഡ് വൺ. ഇതല്ലേ ആർ ബാർ മൈനസ് എ ബാർ ഡോട്ട് എൻ ബാർ വരിക. ഇതിന്റെ വാല്യൂ 0 എന്നല്ല പറഞ്ഞ്, ഇതെന്താണ്? 0 ആണ് അല്ലെ. ഇതൊന്ന് ഓപ്പൺ ആക്കി എന്താ? എ ഇൻറ്റു എക്സ് മൈനസ് എ എക്സ് വൺ, എ എക്സ് മൈനസ് എ എക്സ് വൺ പ്ലസ് ബി വൈ മൈനസ് ബി വൈ വൺ, ബി വൈ മൈനസ് ബി വൈ വൺ പ്ലസ് സി സെഡ് മൈനസ് സി സെഡ് വൺ, സി സെഡ് മൈനസ് സി സെഡ് വൺ. ഇതെന്താണ്? 0 അല്ലെ. അപ്പൊ ഇത് എങ്ങനെ മാറ്റാം? ഞാനേ പ്ലസ് ഉള്ള ആൾ ഒരുമിച്ച് എഴുതി. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ്, അത് ഒരുമിച്ച് എഴുതി. ആരാ? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് ഒരുമിച്ച് എഴുതി അല്ലെ. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം ഒരു മിനിറ്റ്, ഈ മൈനസ് എ എക്സ് വൺ ഇങ്ങോട്ട് പ്ലസ് എ എക്സ് വൺ ആവും അല്ലെ. മൈനസ് ബി വൈ വൺ ഇങ്ങോട്ട് പ്ലസ് ബി വൈ ആവും. മൈനസ് സി സെഡ് വൺ ഇങ്ങോട്ട് പ്ലസ് സി സെഡ് വൺ ആവും. അപ്പൊ എന്താ? എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി 0 സി ഇങ്ങനെ ആവും. ഓക്കെ, ഇനി അത് അങ്ങോട്ട് കൊണ്ടുവരുന്നില്ല, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുന്നില്ല, ഇങ്ങനത്തെ നടക്കട്ടെ. മൈനസ് എ എക്സ് വൺ മൈനസ് ബി വൈ വൺ മൈനസ് സി സെഡ് വൺ ഈക്വൽ 0 അങ്ങനെ നടക്കട്ടെ. അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അപ്പൊ വെറുതെ കൊണ്ടുപോകണ്ട. ഓക്കെ, എന്താ ഇങ്ങനെ ആദ്യം ഒരുമിച്ച് എഴുതി. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് ഒരുമിച്ച് എഴുതി അല്ലെ. പിന്നെ ആരെഴുതി? മൈനസ് എ എക്സ് വൺ മൈനസ് ബി വൈ വൺ മൈനസ് സി സെഡ് വൺ അല്ലെ. മൈനസ് എ എക്സ് വൺ മൈനസ് എ എക്സ് വൺ മൈനസ് ബി വൈ വൺ മൈനസ് സി സെഡ് വൺ അല്ലെ. ഞാൻ ചെയ്യുന്ന കാര്യം എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് അതുപോലെ എഴുതി. ഇനി ഇതാരാ? എ എക്സ് വൺ പ്ലസ് ബി വൈ വൺ പ്ലസ് സി സെഡ് വൺ. അവിടെ എയും ബിയും സിയും നമ്പേഴ്സാ. ഒരു ഇക്വേഷൻ എയും ബിയും സി എന്താ? നമ്പേഴ്സാ അല്ലെ. അതുപോലെ എക്സ് വൺ വൈ വൺ സെഡ് വൺ എന്താ? പാസ് ചെയ്യുന്ന പോയിന്റാ, അത് നമ്പേഴ്സാ അല്ലെ. അങ്ങനെ ഇതൊരു കോൺസ്റ്റന്റ് അല്ലേ വരിക അല്ലെ. അവിടെ നോക്ക്, എ ബി സി, ഈ വെക്ടറിന്റെ എ ബി സി അല്ലേ. ഇത് ചിലപ്പോൾ 7i പ്ലസ് 2j പ്ലസ് 3k ആയിരിക്കാം അല്ലെ. അല്ലെ 3i പ്ലസ് 8j പ്ലസ് എന്താവാം അല്ലെ. എന്താണെങ്കിലും എ ബി സി നമ്പേഴ്സ് അല്ലേ അല്ലെ. അതേപോലെ എക്സ് വൺ വൈ വൺ സെഡ് വൺ പാസ് ചെയ്യുന്ന പോയിന്റ് അല്ലേ അല്ലെ. ആ പോയിന്റും നമ്പേഴ്സ് അല്ലേ വരിക. അങ്ങനെയെങ്കിൽ ഈ കാണുന്ന ആളൊരു കോൺസ്റ്റന്റ് അല്ലേ. ഇതാ ഒരു കോൺസ്റ്റന്റാ അല്ലെ. ആ കോൺസ്റ്റന്റ് വെറുതെ ഡി എന്ന് വിളിച്ചു 0. ഇത് പലപ്പോഴും നമ്മൾ കണ്ട ഇക്വേഷനാ. അല്ലെ. നമ്മൾ എപ്പോഴും പഠിക്കുന്നില്ല. വാട്ട് ഈസ് ദ ജനറൽ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് പ്ലസ് ഡി എന്താ? 0. അതിങ്ങനെ പ്രൂവ് ചെയ്തെടുക്കാം അല്ലേ. അവിടെ നമ്മൾ പഠിച്ചല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം ലൈനിന്റെ ജനറൽ ഇക്വേഷൻ എന്താ? ലൈനിന്റെ ജനറൽ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി 0 അല്ലേ അല്ലെ. അതേപോലെ പ്ലെയിന്റെ ജനറൽ ഇക്വേഷൻ എന്താ? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് പ്ലസ് ഡി 0 ആണ് അല്ലെ. അത് കിട്ടിയ മെത്തേഡ് പറഞ്ഞാൽ ഇതാണ് അതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഓക്കെ, ആ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കാണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയുന്ന കാര്യം ഈ എയും ബിയും സി എന്താ? ഈ എയും ബി സി എന്താ? അവിടെ നമ്മൾ നോർമൽ വെക്ടർ അല്ലേ. എ പ്ലസ് ബി ജെ പ്ലസ് സി കെ നോർമൽ വെക്ടർ ആയിരുന്നില്ലേ. അതായത് ഒരു പ്ലെയിന്റെ ഇക്വേഷൻ എഴുതുമ്പോഴേ ആ പ്ലെയിനിലെ എ ബി സി ആരാ? ആ എ ബി സി ആരാ? ആ പ്ലെയിന്റെ നോർമൽ വെക്ടറാ അല്ലെ. സപ്പോസ് ഒരു എക്സാം പറഞ്ഞാലേ 7x പ്ലസ് 2y പ്ലസ് 3z പ്ലസ് 9 ഇതൊരു പ്ലെയിന്റെ ഇക്വേഷൻ വിചാരിക്കും. അങ്ങനെയെങ്കിൽ 7i പ്ലസ് 2j പ്ലസ് 3k ആരാ? 7i പ്ലസ് 2j പ്ലസ് 3k ആരാ? ആ പ്ലെയിന്റെ നോർമൽ വെക്ടറാ അല്ലെ. വേറെ 8x പ്ലസ് 3y പ്ലസ് 9z പ്ലസ് 10 0 വിചാരിക്കും അല്ലെ. അങ്ങനെയെങ്കിൽ 8i പ്ലസ് 3j പ്ലസ് 9k ആരാ? 8i പ്ലസ് 3j പ്ലസ് 9k ആരാ? ആ പ്ലെയിന്റെ നോർമൽ വെക്ടറാ. അതറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഡിറൈവ് ചെയ്തത് അല്ലെ. അപ്പൊ എന്താ? ഒരു പ്ലെയിന്റെ ഇക്വേഷനെ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് പ്ലസ് ഡി 0 ആണെങ്കിൽ അതിൽ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ആരാ? ആ പ്ലെയിന്റെ നോർമൽ വെക്ടറാണ്. അതിന്റെ അർത്ഥം ഒരു പ്ലെയിന്റെ ഇക്വേഷൻ കിട്ടിയാലേ അതിന്റെ അപ്പം തന്നെ എനിക്ക് എന്ത് പറയാം? ആ പ്ലെയിന്റെ നോർമൽ വെക്ടർ പറയാൻ പറ്റും. ഇതാണ് ഐഡിയ. ഓക്കെ, അത് ക്ലിയർ ആയി വിചാരിക്കാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ്, ഒന്നാമത്തെ പ്ലെയിന്റെ വെക്ടർ ഇക്വേഷൻ. എന്താ പ്ലെയിന്റെ വെക്ടർ ഇക്വേഷൻ? ആർ ബാർ മൈനസ് എ ബാർ ഡോട്ട് എൻ ബാർ എന്താ? 0. അവിടെ നമ്മൾ ഉണ്ടാക്കുന്ന അതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്താ? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് ആരാ? സി സെഡ് പ്ലസ് ഡി എന്താ? 0. അങ്ങനെ എഴുതാണെങ്കിൽ എ ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ ആരാ? ആ പ്ലെയിന്റെ നോർമൽ വെക്ടർ ആണ്. അത് ക്ലിയർ ആയി വിചാരിക്കാണ്. അടുത്ത കാര്യം. ഓക്കെ, അങ്ങനെ ഈ പ്ലെയിന്റെ ഇക്വേഷൻ തരാം.
ഈ പ്ലെയിൻ ഇക്വേഷൻ സിമ്പിളായിട്ട് അയച്ചത്. ഇതിങ്ങനെ ബൈഹാർട്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ. ആർ ബാർ മൈനസ് എ ബാർ ഡോട്ട് എൻ ബാർ അങ്ങനെ ബൈഹാർട്ട് നിർബന്ധമല്ല, സിമ്പിൾ ആയിരിക്കാം. എടാ ഈ പോയിന്റ് ഞാൻ എന്ന് വിളിച്ചു, ഈ പോയിന്റ് ആർ എന്ന് വിളിച്ചു. ആർ എക്സ് കോമ വൈ കോമ സെഡ് എന്ന് വിചാരിക്കും. ആർ എപ്പോൾ എന്താക്കുക എക്സ് കോമ വൈ കോമ സെഡ്. അപ്പൊ എനിക്ക് എന്ത് പറയാം, ഈ എ ആർ ബാറും ഈ എൻ ബാറും എന്താണ് പെർപെൻഡിക്കുലർ അല്ലേ? അല്ലപ്പോൾ എന്താ എ ആർ ബാർ ഡോട്ട് എൻ ബാർ എന്താ 0. എടാ ഇത് ഒരിക്കലും ബൈഹാർട്ടിന്റെ ആവശ്യമില്ല, ഈ മെത്തേഡ് പഠിച്ചു വെക്കാൻ മാത്രമാണ് അല്ലേ. ഞാൻ ആർ എന്നൊരു പോയിന്റ് എടുത്തു, ആ ആർ എന്ന പോയിന്റ് പ്ലെയിനിൽ എടുത്ത ഒരു പോയിന്റാ അല്ലെ, അതെടുത്തു. അപ്പൊ എ ആർ ബാറും ഈ എൻ ബാർ എന്താണ് പെർപെൻഡിക്കുലർ ആണ്, രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ അല്ലേ, അത് ഡോട്ട് ചെയ്ത് 0 ഉണ്ട്. അപ്പൊ എ ആർ ബാർ ഡോട്ട് എൻ ബാർ എന്താ 0 അല്ലേ. ഇനി എ ആർ ബാർ എന്താ, എ ആർ ബാർ എന്താ ആർ ബാർ മൈനസ് എ ബാർ അല്ലേ അല്ലെ. അപ്പൊ ആർ ബാർ മൈനസ് എ ബാർ ഡോട്ട് എൻ ബാർ എന്താ 0 അല്ലെ. അങ്ങനെയെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ എനിക്ക് ആരെ കാണാം, ആർ ബാർ മൈനസ് എ ബാറും കാണാം, എൻ ബാർ കാണാം അല്ലെ. ഓൾറെഡി എൻ ബാർ ഉണ്ട് അവിടെ അല്ലെ. എന്താ ആർ ബാർ, എടാ ആർ ആരാ എക്സ് കോമ വൈ കോമ സെഡ് അല്ലേ, ആർ ആരാ എക്സ് കോമ വൈ കോമ സെഡാ അല്ലെ. അപ്പൊ ആർ ബാർ എന്താ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ അല്ലെ. എ ബാർ എന്താ, അവിടെ എ എന്ന പോയിന്റ് 2,7,5 അല്ലേ അല്ലെ. അവിടെ എ എന്ന പോയിന്റ് ആരാ 2,7,5 ആ. എ എന്ന പോയിന്റ് 2,7,5 ആണെങ്കിൽ എ ബാർ എന്താ 2i പ്ലസ് 7j പ്ലസ് 5k അല്ലെ. അങ്ങനെയെങ്കിൽ ആർ ബാർ മൈനസ് എ ബാർ എന്താ എക്സ് ഐ മൈനസ് 2i എക്സ് മൈനസ് 2i വൈ ജെ മൈനസ് 7j വൈ മൈനസ് 7j സെഡ് കെ മൈനസ് 5k സെഡ് മൈനസ് 5k. ഇതിൽ ആർ ബാർ മൈനസ് എ ബാർ ഇല്ല അല്ലെ. ഇനി എന്താ നമുക്ക് എല്ലാവർക്കും വേണ്ടത്, ആർ ബാർ മൈനസ് എ ബാർ ഡോട്ട് എൻ ബാർ എന്താ 0 ആണ്. ഒരു മിനിറ്റ്, ആർ ബാർ മൈനസ് എ ബാർ ഡോട്ട് എൻ ബാർ എന്താ 0 ആണ് അല്ലെ. അവിടെ ആർ ബാർ മൈനസ് എ ബാർ ഇതാ അല്ലെ. ഇനി എൻ ബാർ എന്താ, എൻ ബാർ എന്താ, എൻ ബാർ നോർമൽ വെക്ടർ അല്ലേ അല്ലെ. ഇതല്ല നോർമൽ വെക്ടർ 3i പ്ലസ് 5j പ്ലസ് 9k. രണ്ടായി ഡോട്ട് ചെയ്യുക അല്ലെ. ഡോട്ട് ചെയ്യുമ്പോൾ എന്തിനാ 3 × x മൈനസ് 2 പ്ലസ് 5 × y മൈനസ് 7 പ്ലസ് 9 × z മൈനസ് 5. ഇതെന്തായിരിക്കും 0 ആയിരിക്കും. ഇത് ഓപ്പൺ ആക്കി പോരെ, ഇത് ഓപ്പൺ ആക്കി പ്ലെയിൻ ഇക്വേഷൻ കിട്ടി അല്ലെ. ജസ്റ്റ് ഓപ്പൺ ആക്കാൻ എന്തിനാ 3x മൈനസ് 6 3x മൈനസ് 6 5 മൈനസ് 35 5 മൈനസ് 35 9z മൈനസ് 45 9z മൈനസ് 45 ഇത് 0. ഇത് എന്ത് ചെയ്യുക ആഡ് ചെയ്താൽ മതി, ആൻസറായി. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലെയിൻ്റെ ഇക്വേഷൻ. പ്ലെയിൻ്റെ ഇക്വേഷൻ കാണുന്ന മെത്തേഡ് വൃത്തിയായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നത്. ഇവിടെ ഇക്വേഷൻ ബൈഹാർട്ടിൻ്റെ ആവശ്യമില്ല, ആ മെത്തേഡ് ആലോചിച്ചാൽ മതി അല്ലേ. എന്താ ഇവിടെ പോയിന്റ് ഉണ്ടാവും, ദെൻ ഇവിടെ എവിടെയോ ഒരു പോയിന്റ് ആറാക്കി എടുക്കുക. അപ്പോൾ എന്താ ആർ ബാർ മൈനസ് എ ബാർ ഡോട്ട് എൻ ബാർ എന്തായിരിക്കും 0 ആയിരിക്കും, വേറെ ഒന്നുമില്ല. ഓക്കെ, ആ കാര്യം ക്ലിയർ ആയി വിചാരിക്കുകയാണ്. നെക്സ്റ്റ് വൺ ഈസ് ആംഗിൾ ബിറ്റ്വീൻ 2 പ്ലെയിൻസ്. എടാ രണ്ട് പ്ലെയിനിങ് ഉണ്ട് അല്ലേ. ഈ രണ്ട് പ്ലെയിൻ തമ്മിൽ ആംഗിൾ എങ്ങനെ, എടാ ഈ രണ്ട് പ്ലെയിൻ തമ്മിൽ ആംഗിൾ ഇതല്ലേ അല്ലെ. ഈ രണ്ട് പ്ലെയിൻ തമ്മിൽ ആംഗിൾ ഇതല്ലേ. വേറെ വരക്കുവാണെങ്കിൽ വേറെ പ്ലെയിൻ വരക്കാം. ഒരു പ്ലെയിൻ ഇങ്ങനെ, വേറെ പ്ലെയിൻ ഇങ്ങനെ. ഈ രണ്ട് പ്ലെയിൻ തമ്മിൽ ആംഗിൾ കാണുമെന്ന് വിചാരിക്കും. ഇതാണ് ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിക്കും. എങ്ങനെയാണോ എക്സാമിൽ പലപ്പോഴും യൂസ് ചെയ്യേണ്ട ഐഡിയ ആണ്. അവിടെ രണ്ട് പ്ലെയിൻ തമ്മിൽ ആംഗിൾ ആണെങ്കിൽ വളരെ ഈസിയാ. എന്ത് ചെയ്താൽ മതി, ആ രണ്ട് പ്ലെയിൻ്റെ നോർമൽ വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ വരെ. അവിടെ ഈ പ്ലെയിൻ്റെ നോർമൽ വെക്ടർ ഇങ്ങനെയാണെന്ന് വിചാരിക്കും, ഈ പ്ലെയിൻ നോർമൽ വെക്ടർ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിലേ ആ പ്ലെയിൻ തമ്മിൽ ആംഗിൾ തന്നെയല്ലേ ഈ രണ്ട് നോർമൽ വെക്ടർ തമ്മിൽ ഇല്ല അല്ലെ. അവിടെ പ്ലെയിൻ തമ്മിൽ ആംഗിൾ തീറ്റ ആണെങ്കിലേ ഈ നോർമൽ വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ എന്തായിരിക്കും, തീറ്റ ആയിരിക്കും അല്ലെ. അപ്പൊ എന്താ രണ്ട് പ്ലെയിൻ തമ്മിൽ ആംഗിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടാൽ മതി, അത് നോർമൽ വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ മതി അല്ലെ. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ എല്ലാവർക്കും അറിയില്ലേ, എങ്ങനെയാ കോസ് തീറ്റ എ ഡോട്ട് ബി ബൈ മോഡ് എൻ മോഡ് ബി അല്ലേ, അത് യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ എന്ത് മനസ്സിലാക്കാം, രണ്ട് പ്ലെയിൻസ് തമ്മിൽ ആംഗിൾ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ രണ്ട് പ്ലെയിൻസിന്റെ നോർമൽ വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ കണ്ടാൽ മതി, വേറെ ഒന്നുമില്ല അല്ലെ. അങ്ങനെയെങ്കിൽ ഇതാ ഈ കേസ്, ഈ രണ്ട് പ്ലെയിൻസ് തമ്മിൽ ആംഗിൾ കാണാൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഈ രണ്ട് പ്ലെയിൻസ് തമ്മിൽ ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ തീറ്റ കാണാൻ ചോദിച്ചാൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ അയക്കുക. രണ്ട് പ്ലെയിൻസ് തമ്മിൽ ആംഗിൾ എനിക്കറിയില്ല, പകരം എന്ത് ചെയ്യാം, ആ രണ്ട് പ്ലെയിൻസിന്റെ നോർമൽ വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ കണ്ടാൽ മതി അല്ലെ. എന്താ ഈ പ്ലെയിന്റെ നോർമൽ വെക്ടർ വരിക 2 3 6 അല്ലേ. അപ്പൊ എന്താ 2i പ്ലസ് 3j പ്ലസ് 6k അല്ലെ. എന്താ ഈ പ്ലെയിന്റെ നോർമൽ വെക്ടർ വരിക, ഇതെങ്ങനെ വരും, അത് തരാ 3 1 2 അല്ലേ. അപ്പൊ എന്താ 3i പ്ലസ് 1j പ്ലസ് 2k അല്ലെ. ഇനി ഇവ തമ്മിൽ ആംഗിൾ ആണ് മതി അല്ലെ. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ എല്ലാവർക്കും അറിയില്ലേ. ഇയാളെ ഞാൻ വേണമെങ്കിൽ എ ബാർ എന്ന് വിളിച്ചു. അപ്പൊ ഇത് ബി ബാർ ആണെങ്കിൽ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ ആണ് ഇക്വേഷൻ എന്താ, കോസ് തീറ്റ ഈക്വൽ എ ഡോട്ട് ബി ബൈ മോഡ് എൻ മോഡ് ബി അല്ലേ. ഇത് ചെയ്താൽ മതി. എ ഡോട്ട് ബി മോഡ് ബി കണക്ക് എല്ലാവർക്കും അറിയില്ലേ, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞോളൂ. അതായത് രണ്ട് പ്ലെയിൻസ് തമ്മിൽ ആംഗിൾ ആണ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പ്ലെയിൻസ് തമ്മിൽ ആംഗിൾ കാണണ്ട, പകരം എന്ത് ചെയ്യുക, ആ പ്ലെയിൻസിന്റെ നോർമൽ വെക്ടേഴ്സ് തമ്മിൽ ആംഗിൾ മതി അല്ലെ. അതും പ്ലെയിൻസ് തമ്മിൽ ആംഗിൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ്
നെക്സ്റ്റ് വൺ ഈസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം പ്ലെയിൻ. ഒരു പോയിന്റ് നിന്ന് പ്ലെയിനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണുള്ള ഫോർമുല എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്, ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് ലൈനിൻ്റെ കേസ്. ഈ ലൈന് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി 0 ആണെന്ന് വിചാരിക്കും. ലൈൻ ആരാ? എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി 0. ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് x1 y1 ആണെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിലേ ഈ പോയിന്റ് നിന്ന് ഈ ലൈനിലേക്ക് ഡിസ്റ്റൻസ് എങ്ങനെയാണ്? നമ്മൾ NCERT പഠിച്ച കാര്യം അല്ലെ, NCERT പഠിച്ച കാര്യം എന്താ? ഈ പോയിന്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഈ പോയിന്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്തായി? AX1 പ്ലസ് BY1 പ്ലസ് C ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A² പ്ലസ് B² അല്ലേ? അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസ് അല്ലേ? അല്ലെ, അവിടെ ഒരു പോയിന്റ് നിന്ന് ഒരു ലൈനിലേക്ക് ഡിസ്റ്റൻസ് ആണെങ്കിൽ ആ പോയിന്റ് ആ പ്ലെയിനിലേക്ക് ഇട്ട് ആ ലൈനിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെ. ആ പോയിന്റ് ആ ലൈനിലേക്ക് ഇട്ട് കൊടുത്താലേ AX1 പ്ലസ് BY1 പ്ലസ് C ആവും അല്ലെ. എക്സിന് പകരം x1 ആവും, വൈക്ക് പകരം y1 ആവും. അപ്പൊ AX1 പ്ലസ് BY1 പ്ലസ് C അല്ലേ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A² പ്ലസ് B² ആണ്. ഇതാണ് ഒരു പോയിന്റ് നിന്ന് ലൈനിലേക്ക് ഡിസ്റ്റൻസ് ആണ് ഫോർമുല. ഇതേപോലെ ഒരു പോയിന്റ് നിന്ന് പ്ലെയിനിലേക്ക് ഡിസ്റ്റൻസ് ആണെങ്കിലോ ഈസിയാ. എന്താണ്? പോയിന്റ് നിന്ന് പ്ലെയിനിലേക്കാണ് ഒരു പ്ലെയിൻ, ഒരു പോയിന്റ് x1 y1 z1 3D ആയിരിക്കുമല്ലോ അല്ലെ. ഈ പ്ലെയിൻ്റെ ഇക്വേഷനെ AX പ്ലസ് BY പ്ലസ് CZ പ്ലസ് D0 വിചാരിക്കും. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാ, അതേപോലെ പഠിച്ചാൽ മതി അല്ലെ. ഈ പോയിന്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം എന്താ പറയും? AX1 പ്ലസ് BY1 പ്ലസ് CZ1 പ്ലസ് D ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A² പ്ലസ് B² പ്ലസ് C² ആണ്. ഇതാണ് ഒരു പോയിന്റ് നിന്ന് പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ ഫോർമുല. എന്താണ്? AX1 പ്ലസ് BY1 പ്ലസ് CZ1 പ്ലസ് D ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A² പ്ലസ് B² പ്ലസ് C² ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചതാ. അവിടെ നമ്മളോട് ഈ കാണുന്ന പോയിന്റ് നിന്ന് ഈ കാണുന്ന പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ ചോദിച്ചു. ഈ പോയിന്റ് നിന്ന് ഈ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാം. എന്താ ചെയ്യുക? ആദ്യം ഈ പോയിന്റ് ഈ പ്ലെയിനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം എന്തായി? 2 ഇൻറ്റു എക്സ്, 2 ഇൻറ്റു എക്സ് അല്ലേ, എക്സ് ആരാ 1 പ്ലസ് 3 ഇൻറ്റു വൈ ആരാ 2 പ്ലസ് 5 ഇൻറ്റു z ആരാ 3 പ്ലസ് 3 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് A² പ്ലസ് B² പ്ലസ് C². അപ്പൊ 2² എന്താ 4, 3² എന്താ 9, 5² എന്താ 25. ഇത് മോഡൽസ് ഉണ്ടാവും കേട്ടോ, ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആകാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതാണെന്ത് ആ ഡിസ്റ്റൻസ് ആണ് ഫോർമുല. അത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഒന്നുമില്ല, ബൈ ഹാർട്ടിൻ്റെ ആവശ്യം പോലും ഇല്ല. നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? സ്ട്രെയിലിൻ്റെ കേസ് പഠിച്ചില്ലേ? അതേ കേസ് പോലെ തന്നെ പഠിച്ചാൽ മതി, വേറെ ഒന്നുമില്ല അവിടെ. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആയി വിചാരിക്കണം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫൂട്ട് ആൻഡ് റിഫ്ലക്ഷൻ. ഫൂട്ട് ആൻഡ് റിഫ്ലക്ഷൻ ഇതും ഒന്നും പറയാനില്ല. സ്ട്രെയിലിൻ്റെ കേസ് പഠിച്ചാലേ എങ്ങനെയാ? അല്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനെ ഒന്ന് നോക്കണേ. ഒരു മിനിറ്റ്. ഈ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനെ AX പ്ലസ് BY പ്ലസ് C AX പ്ലസ് BY പ്ലസ് C 0 ആണെന്ന് വിചാരിക്കും അല്ലെ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് x1 y1 ആണ്. ആ പോയിന്റിന് നേരെ ഫൂട്ട് ഇവിടെ എന്ന് വിചാരിക്കും. ആ ഫൂട്ട് H, ആണെങ്കിൽ H, ആണല്ലോ മെത്തേഡ്. എന്താ? ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ? x1 y1 എന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന്റെ നേരെ എന്താ പെർപെൻഡിക്കുലർ വരച്ചാലേ ആ ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിലെ ആ ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഫൂട്ട്. ആ ഫൂട്ട് ആണ് മെത്തേഡ്. എന്താ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഷോർട്ട് കട്ട് ഇക്വേഷൻ പഠിച്ചാൽ എങ്ങനെയാ? എക്സും കുറക്കുക. അപ്പൊ എന്താ? H മൈനസ് x1 ബൈ എക്സിന്റെ കോഷ്യന്റ് ആരാ? A. വൈയും കുറക്കുക. അപ്പൊ എന്താ? K മൈനസ് y1 ബൈ വൈന്റെ കോഷ്യൻ B അല്ലെ. എന്താ പഠിക്കാനുള്ള മെത്തേഡാണ്. എക്സും കുറക്കുക ബൈ എക്സിന്റെ കോഷ്യന്റ്. അപ്പൊ എന്താ? H മൈനസ് x1 ബൈ A അല്ലെ. വൈയും കുറക്കുക K മൈനസ് y1 ബൈ വൈന്റെ കോഷ്യന്റ് B അല്ലെ. അതേപോലെ എന്താ അത് കഴിഞ്ഞു അല്ലെ. ഇനി മൈനസ് ഓഫ് ഈ പോയിന്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെ. അവിടെ ആ ലൈനിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? AX പ്ലസ് BY പ്ലസ് C അല്ലേ അല്ലെ. അപ്പൊ x1 y1 അതിലേക്ക് കൊടുത്താലേ AX1 പ്ലസ് BY1 പ്ലസ് C അല്ലേ ഡിവൈഡ് ബൈ A² പ്ലസ് B². ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ. ഇതായിരുന്നു സ്ട്രെയിറ്റ് ലൈനിൽ ഫൂട്ട് ആണുള്ള ഇക്വേഷൻ അല്ലെ. ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നത്, അഥവാ ഓർമ്മയിലേക്ക് ഇപ്പോൾ ഓർത്ത് വെക്കുക അല്ലെ. നമുക്ക് എല്ലാവർക്കും പറയുന്ന കേസ് എന്താണ്? H മൈനസ് x1 ബൈ A K മൈനസ് y1 ബൈ B മൈനസ് ഓഫ് ഈ പോയിന്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്താ? AX1 പ്ലസ് BY1 പ്ലസ് C ഡിവൈഡ് ബൈ A² പ്ലസ് B². റൂട്ടില്ല. ഇതാണെന്ത് ഫൂട്ട് ആണുള്ള ഇക്വേഷൻ അല്ലെ. ഇനി റിഫ്ലക്ഷൻ ആണെങ്കിലോ ഇവിടെ എക്സ്ട്രാ 2 വരും. അപ്പൊ എങ്ങനെയാ? ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. റിഫ്ലക്ഷൻ അതായത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് x1 y1. ഈ ലൈനിന്റെ ഇക്വേഷനെ AX പ്ലസ് BY പ്ലസ് C 0 ആണെന്ന് വിചാരിക്കും അല്ലെ. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ താഴെ വരും. ഇവിടെ ഇതാ റിഫ്ലക്ഷൻ അല്ലെ. ഈ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കൂലേ അല്ലെ. റിഫ്ലക്ഷൻ നമ്മൾ പഠിച്ച മിറർ ഇമേജ് ഇല്ലേ, അതന്നെ അല്ലെ. അപ്പൊ റിഫ്ലക്ഷൻ ആണ് മാത്രം എന്താ? സെയിം. എക്സും കുറക്കുക ബൈ എക്സിന്റെ കോഷ്യന്റ്. അപ്പൊ എന്താ? H മൈനസ് x1 ബൈ A
വൈയും കുറക്കുക ബൈ വൈൻ്റെ കോഷ്യൻ. അപ്പം എന്താ കെ മൈനസ് y1 ബൈ ബി അല്ലേ. ഫൂട്ടിൻ്റെ കേസിൽ വെറും മൈനസാ, എന്നാൽ റിഫ്ലക്ഷൻ കേസിൽ -2 ആ അല്ലേ. ഇവിടെ വെറും മൈനസ് മാത്രമേ ഉള്ളൂ. അത് റിഫ്ലക്ഷൻ ആണ് 2 ഉണ്ടാവും, വേറെ ഡിഫറൻസ് ഒന്നുമില്ല അല്ലേ. ഇക്വേഷനിൽ ആകെ 2 ഉണ്ടാവും. ഓക്കെ, അപ്പം എന്താ വരിക, ഇനി ഈ പോയിന്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം എന്താ മാറി ax1 പ്ലസ് by1 പ്ലസ് c ബൈ a² പ്ലസ് b². അപ്പൊ ആകെയുള്ള ഡിഫറൻസ് എന്താ, ഈ കാണുന്ന ഇവിടെ മൈനസ് ആയിരുന്നു ഫൂട്ടിന്റെ കേസിൽ, റിഫ്ലക്ഷൻ അവിടെ 2 ഉണ്ടാവും. ഇതേ ഉള്ളൂ ഡിഫറൻസ്. പക്ഷേ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ ഇത് പ്ലെയിനിലെ കാര്യമല്ല, ഇത് എവിടെ പഠിച്ചാണ്, സ്ട്രെയിനിൽ പഠിച്ചാണ് അല്ലേ. ഇനി പ്ലെയിനിൽ എന്താണ്, പ്ലെയിനിൽ ഇതേപോലെ ഫൂട്ട് കാണാൻ എന്താ ചെയ്യുക, അതുപോലെ റിഫ്ലക്ഷൻ കാണാൻ എന്താ ചെയ്യുക. സിമ്പിൾ ഐഡിയ ആണ്, ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ, ഒരു മാറ്റമല്ല, ഇതേപോലെ തന്നെയാണ്. ഒരു പോയിന്റ് ഉണ്ട് x1 y1 z1. ഈ പ്ലെയിനിന്റെ ഇക്വേഷനെ ax പ്ലസ് by പ്ലസ് cz പ്ലസ് d0 എന്ന് വിചാരിക്കും. ഈ പ്ലെയിൻ ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വെച്ചാലേ ആ പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് അല്ലേ ഫൂട്ട് അല്ലെ. ആ പെർപെൻഡിക്കുലർ ആ പ്ലെയിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റല്ലോ, ആ പ്ലെയിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഫൂട്ട് അല്ലെ. അയാളെ ഞാൻ വേണമെങ്കിലേ ഒരു ആൽഫ ബീറ്റ ഗാമ എന്ന് വിളിച്ചു, ആൽഫ ബീറ്റ ഗാമ അല്ലെ. അപ്പൊ ഫൂട്ടാണ് മൊത്തം എന്താ, ഒന്നുമില്ല, എക്സും കുറക്കുക ബൈ എക്സിന്റെ കോഷ്യൻ. അപ്പൊ എന്താ ആൽഫ മൈനസ് x1 ബൈ എ. വൈയും കുറക്കുക, അപ്പൊ എന്താ ബീറ്റ മൈനസ് y1 ബൈ വൈന്റെ കോഷ്യൻ ആരാ ബി അല്ലെ. ഇനി ഇവിടെ z കുറക്കാം, ഇവിടെ z എക്സ്ട്രാ ഉണ്ടാവും. അപ്പൊ എന്താ z കുറക്കുക, അപ്പൊ എന്താ ഗാമ മൈനസ് z1 ബൈ z കോഷ്യൻ ആരാ സി. ഒരു മാറ്റമല്ല. ഇനിയോ മൈനസ് ഓഫ്, ഇനി എന്തായിരുന്നു, ഒന്നുമില്ല, ഈ കാണുന്ന പോയിന്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ മാറി ax1 പ്ലസ് by1 പ്ലസ് cz1 പ്ലസ് ഡി ഡിവൈഡ് ബൈ ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ. അപ്പൊ എന്താ a² പ്ലസ് b² പ്ലസ് c². ഇതാണ് ഫൂട്ടാണ് ഇക്വേഷൻ അല്ലെ. ഇനി റിഫ്ലക്ഷൻ ആണെങ്കിലേ ഇവിടെ ഒരു 2 ഉണ്ടാവും, വേറെ ഒന്നുമില്ല അല്ലെ. അപ്പൊ റിഫ്ലക്ഷൻ ആണ് ഇവിടെ എക്സ്ട്രാ എന്തുണ്ടാവും, ഒരു 2 ഉണ്ടാവും, വേറൊരു മാറ്റവും അവിടെ ഇല്ല. അപ്പൊ ഇതാണ് വൃത്തിയായിട്ട് മനസ്സിലാകുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഈ ക്വസ്റ്റൻ ആൻസർ എന്താ, ഇതിന് ഫൂട്ട് എന്താ, നിങ്ങൾ ആദ്യം ഫൂട്ട് എടുക്കാം. ഇവിടെ ആയിരിക്കും ഫൂട്ട് വരിക. ആ ഫൂട്ട് ഞാൻ ആൽഫ ബീറ്റ ഗാമ വിളിച്ചു, ആൽഫ ബീറ്റ ഗാമ അല്ലെ. എന്താ ഫൂട്ടാണ് ഇക്വേഷൻ, എക്സും കുറക്കുക, അപ്പൊ ആൽഫ -1 ബൈ എക്സിന്റെ കോഷ്യന് 2. വൈയും കുറക്കുക, ബീറ്റ -2 ബൈ വൈന്റെ കോഷ്യന് 3. z കുറക്കുക, ഗാമ -3 ബൈ z കോഷ്യന് 6 അല്ലെ. മൈനസ് ഓഫ് ഈ പോയിന്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ 2 ഇൻറ്റു എക്സ് അല്ലേ, എക്സ് ആരാ 1 പ്ലസ് 3 ഇൻറ്റു വൈ അല്ലേ, വൈ ആരാ 2 പ്ലസ് 6 ഇൻറ്റു z അല്ലേ, z ആരാ 3 പ്ലസ് 3 ഡിവൈഡ് ബൈ ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ. അപ്പൊ എന്താ 2² പ്ലസ് 3² പ്ലസ് 6². ഇത്രേ ഉള്ളൂ അല്ലെ. എടാ ഇതൊരു നമ്പർ ഇട്ടൂല്ലേ അല്ലെ. ഈ ആൽഫ -1/2 ഈ നമ്പറും ഇക്വേറ്റ് നമുക്ക് എന്ത് കിട്ടി, ആൽഫ ടി അല്ലെ. ബീറ്റ -2/3 ഈ നമ്പറും ഇക്വേറ്റ് എന്ത് കിട്ടി, ബീറ്റ ടി. ഗാമ -3/6 ഈ നമ്പറും ഇക്വേറ്റ് നമുക്ക് എന്ത് കിട്ടി, ഗാമ കിട്ടി. അപ്പൊ ആൽഫ ബീറ്റ ഗാമ കിട്ടിയില്ലേ, അതാണ് ഫൂട്ട് വരിക അല്ലെ. കാൽക്കുലേഷൻ ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് എക്സാം പറഞ്ഞാണ് അല്ലെ. ഇത് റിഫ്ലക്ഷൻ ആണെങ്കിലേ ഇവിടെ എക്സ്ട്രാ 2 ഉണ്ടാവും, വേറൊരു ഡിഫറൻസും ഇല്ല അല്ലെ. ഇത് റിഫ്ലക്ഷൻ ആണ്, എക്സ്ട്രാ എന്താണ് ഒരു 2 ഉണ്ടാവും. ഇതാണ് കാര്യം. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയി ചെയ്യണേ. അങ്ങനെ ആ ടോപ്പിക് ലാസ്റ്റ്, ആ ഒരു പ്ലെയിൻ എന്ന ടോപ്പിക് ലാസ്റ്റ് സബ് ടോപ്പിക് പറയുന്നത് എന്താണ്, ഫാമിലി ഓഫ് പ്ലെയിൻസ്. അതായത് എൻ്റെ കയ്യിൽ ഇങ്ങനെ പ്ലെയിൻ ഉണ്ട്, വേറൊരു പ്ലെയിൻ ഇങ്ങനെ ഉണ്ട്. ഈ പ്ലെയിൻ്റെ ഇക്വേഷനെ വെറുതെ ഒരു എക്സാമ്പിൾ ഇതാണ്. ഈ പ്ലെയിൻ്റെ ഇക്വേഷനെ 3x പ്ലസ് 2y പ്ലസ് 6z ഈക്വൽ 5, 6z മൈനസ് 5 0. ഈ പ്ലെയിൻ്റെ ഇക്വേഷനെ 3x മൈനസ് 5y മൈനസ് 7z പ്ലസ് 10 ഈക്വൽ 0 ആണെന്ന് വിചാരിക്കും. നമുക്ക് അതൊന്നുമല്ല കണ്ടത്. അവിടെ നമുക്ക് എല്ലാവർക്കും വരാം, ഈ രണ്ട് പ്ലെയിനും മീറ്റ് ചെയ്യുന്ന ലൈൻ ഇതല്ലേ അല്ലേ. ആ ലൈനിലൂടെ പാസ് ചെയ്യുന്ന ഇൻഫൈനൈറ്റ് പ്ലെയിൻസ് ഉണ്ടാവില്ലേ, ഉണ്ട് അല്ലേ. ആ പ്ലെയിൻസിനെ വിളിക്കുന്ന പേരാണ് ഇവിടെ ഫാമിലി ഓഫ് പ്ലെയിൻസ്. എന്താണ് എടാ, ഈ രണ്ട് പ്ലെയിൻ ഉണ്ടല്ലോ അല്ലേ, ആ രണ്ട് പ്ലെയിനും മീറ്റ് ചെയ്യുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിലൂടെ പാസ് ചെയ്യുന്ന ഒരുപാട് പ്ലെയിൻസ് ഉണ്ടാവില്ലേ, ഇൻഫൈനൈറ്റ് പ്ലെയിൻസ് ഉണ്ടാവും അല്ലേ. ഇൻഫൈനൈറ്റ് പ്ലെയിൻസ് ഉണ്ടാവും. ആ ഇൻഫൈനൈറ്റ് പ്ലെയിൻസിനെ വിളിക്കുന്നവർ ഫാമിലി ഓഫ് പ്ലെയിൻസാ. ഇതേപോലെ നമ്മൾ ഫാമിലി ഓഫ് സർക്കിൾ പഠിച്ചിട്ടുണ്ട്, ഫാമിലി ഓഫ് ലൈൻസ് പഠിച്ചിട്ടുണ്ട്, അതേപോലെ ഫാമിലി ഓഫ് പ്ലെയിൻസാ ഇല്ലേ. ആ ഫാമിലി ഓഫ് പ്ലെയിൻസിന് ഇക്വേഷൻ എന്താ വരിക, ആ ഫാമിലി ഓഫ് പ്ലെയിൻസിന് ഇക്വേഷൻ കാണാൻ വളരെ ഈസിയാ. എന്താ, ഫസ്റ്റ് പ്ലെയിൻ ഏതെങ്കിലും ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ പ്ലസ് ലാംഡ ടൈംസ് ഓഫ് മറ്റേ പ്ലെയിൻ്റെ ഇക്വേഷൻ ഈക്വൽ 0 ആണ്. എന്താ, ഫാമിലി ഓഫ് പ്ലെയിൻസിന്, അതായത് രണ്ട് പ്ലെയിൻസേ കൂട്ടിമുട്ടുന്ന ലൈൻ ഉണ്ടല്ലോ, രണ്ട് പ്ലെയിൻസ് കൂട്ടിമുട്ടുന്ന ലൈന്, ആ ലൈനിലൂടെ പാസ് ചെയ്യുന്ന ഒരുപാട് ഇൻഫൈനൈറ്റ് പ്ലെയിൻസ് ഉണ്ടാവും. ആ ഇൻഫൈനൈറ്റ് പ്ലെയിൻസിന്റെ ഇക്വേഷൻ കാണുമ്പോൾ എത്ര എന്താ,
ഫസ്റ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ പ്ലസ് ലാംഡ ടൈംസ് ഓഫ് സെക്കൻഡ് പ്ലെയിൻ്റെ ഇക്വേഷൻ ഈക്വൽ 0. ഏതെങ്കിലും ആളെ ഫസ്റ്റ് പ്ലെയിൻ ആക്കി എടുക്കുക, ഏതെങ്കിലും ആളെ സെക്കൻഡ് പ്ലെയിൻ ആക്കി എടുക്കുക, വേറെ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ ഇതിന്റെ ഇക്വേഷൻ തരാം. ഇതിന്റെ ഫാമിലി പ്ലെയിൻസിന്റെ ഇക്വേഷൻ എന്താ? ഫസ്റ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ ആരാ? 3x പ്ലസ് 2y പ്ലസ് 6z മൈനസ് 5 പ്ലസ് ലാംഡ ടൈംസ് ഓഫ് സെക്കൻഡ് പ്ലെയിൻ്റെ ഇക്വേഷൻ ആരാ? 3x മൈനസ് 5y മൈനസ് 7z പ്ലസ് 10 ഈക്വൽ 0. ഇതാണ് ആ പ്ലെയിൻ്റെ ഇക്വേഷൻ, ആ ഫാമിലി ഓഫ് പ്ലെയിൻസ് ഇക്വേഷൻ വരാം. അപ്പോൾ ലാംഡ മാറുമ്പോൾ എന്ത് ചെയ്യും? പ്ലെയിൻ ഓരോന്ന് മാറും അല്ലേ? ആ ലാംഡ കാണുന്ന ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും കേട്ടോ. ആ ലാംഡ കാണുന്ന ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ആ ഇൻഫർമേഷൻ വെച്ച് എന്ത് ചെയ്യുക? ലാംഡ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞെന്താ? രണ്ട് പ്ലെയിൻ മീറ്റ് ചെയ്യുന്ന ഒരു ലൈൻ അല്ലേ? ആ ലൈനിലൂടെ പാസ് ചെയ്യുന്ന ഇൻഫൈനൈറ്റ് പ്ലെയിൻസ് ഉണ്ടാവും. ആ ഇൻഫൈനൈറ്റ് പ്ലെയിൻസിനെ വിളിക്കുന്ന പേര് എന്താ? ഫാമിലി ഓഫ് പ്ലെയിൻസാ. ആ ഫാമിലി ഓഫ് പ്ലെയിൻസിന്റെ ഇക്വേഷൻ എന്താ? ഫസ്റ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ പ്ലസ് ലാംഡ ടൈംസ് ഓഫ് സെക്കൻഡ് പ്ലെയിൻ്റെ ഇക്വേഷൻ ആണ്. അത് ഓർത്ത് നോക്കുക. ഓക്കെ, സോ അപ്പോൾ അത്ര എനിക്ക് പറയുള്ളത്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് പ്ലെയിൻ മീറ്റ് ചെയ്യുന്ന ലൈൻ ഇതാണ് അല്ലെ? ആ ലൈനിലൂടെ പാസ് ചെയ്യുന്ന ഇൻഫൈനൈറ്റ് പ്ലെയിൻസ് ഉണ്ടാവും, താഴോട്ടും മുകളിലോട്ടും എല്ലായിടത്തും ഉണ്ടാവും അല്ലെ? ആ പ്ലെയിൻസിന്റെ ഇക്വേഷൻ എന്താ? ഫസ്റ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ പ്ലസ് ലാംഡ ടൈംസ് ഓഫ് സെക്കൻഡ് പ്ലെയിൻ ഇക്വേഷൻ ആണ്. ജസ്റ്റ് പറഞ്ഞോളൂ. അപ്പോൾ അതോട് അത് ക്ലിയർ ആയി വിചാരിക്കുകയാണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഞാൻ ഈ ടോപ്പിക് അവസാനിപ്പിക്കാം. അതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? വഴിയേ ചെയ്യാം. ഓക്കെ, കാര്യങ്ങൾ മൊത്തം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. രണ്ട് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ അവിടെ ചെയ്യാം. ഓക്കെ, JEE അഡ്വാൻസ് 2017 ക്വസ്റ്റ്യൻ ആണ്. ദ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ. നമുക്ക് എന്ത് കാണും? ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ കാണും അല്ലേ? ദാറ്റ് പ്ലെയിൻ ഈസ് പാസിംഗ് ത്രൂ 1,1,1 എടാ, ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ കാണും. ആ പ്ലെയിൻ്റെ പ്രത്യേകത എന്താ? ആ പ്ലെയിൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഒരു 1,1,1 അല്ലെ? എടാ, എനിക്കൊരു പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാം അല്ലെ? ആ പ്ലെയിൻ്റെ ഇക്വേഷൻ, ആ പ്ലെയിൻ്റെ പ്രത്യേകത എന്താ? ആ പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ് ആരാ? 1,1,1 ആണ് അല്ലെ? പിന്നെന്താ? പെർപെൻഡിക്കുലർ ടു ദീസ് ടു പ്ലെയിൻസ്. ഈ പ്ലെയിൻ്റെല്ലോ വേറെ രണ്ട് പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. ഈ പ്ലെയിൻ്റെല്ലോ ആ പ്ലെയിൻ എന്താണ്? വേറെ രണ്ട് പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ് അല്ലെ? അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാം? നിങ്ങൾ ആദ്യം ആലോചിക്കുന്നത്, നിങ്ങൾ എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻ വരുമ്പോഴേ നിങ്ങൾ ആദ്യം ആലോചിക്കുന്നത് ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? രണ്ട് കാര്യങ്ങളാണ് അല്ലെ? ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്നെന്താ? ആ പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ് വേണം അല്ലെ? രണ്ടാമത്തെ കാര്യം എന്താ? ആ പ്ലെയിൻ്റെ നോർമൽ വെക്ടർ വേണം അല്ലെ? അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ്. ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ ആ പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ് വേണം അല്ലെ? അതേപോലെ ആ പ്ലെയിൻ്റെ നോർമൽ വെക്ടർ വേണ്ടേ? ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ആ തന്നിട്ടുണ്ട്, പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതിനെ എന്ന് വിളിച്ചാലേ ഉണ്ട് ഇവിടെ. പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട് അല്ലെ? ഇനി എന്ത് കിട്ടിയാൽ മതി? പ്ലെയിൻ്റെ നോർമൽ വെക്ടർ വരെ. പ്ലെയിൻ്റെ നോർമൽ വെക്ടർ ഡയറക്റ്റ് തന്നില്ല, അങ്ങനെ തന്നാൽ ഇത് JEE അഡ്വാൻസ് ക്വസ്റ്റ്യൻ ആവില്ല അല്ലെ? പ്ലെയിൻ്റെ ഡയറക്റ്റ് നോർമൽ വെക്ടർ തന്നില്ല. പകരം എന്താ? പകരം തന്ന കാര്യം എന്താ? ഈ പ്ലെയിന് മറ്റ് രണ്ട് പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആണ്. അതിന് നമുക്ക് എങ്ങനെ ഇതിന് നോർമൽ വെക്ടർ കിട്ടുക? പറയാൻ പറ്റുമോ? എടാ, എനിക്ക് ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ കാണുമെങ്കിൽ എന്തായാലും ആ പ്ലെയിൻ്റെ നോർമൽ വെക്ടർ വേണ്ടേ? വേണം, ഓഫ് കോഴ്സ് വേണം അല്ലെ? ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ കാണുമെങ്കിൽ ആ പ്ലെയിൻ്റെ നോർമൽ വെക്ടർ എന്തായാലും വേണം അല്ലെ? നോർമൽ വെക്ടർ എന്തായാലും വേണം. എങ്ങനെ ആ പ്ലെയിൻ്റെ നോർമൽ വെക്ടർ ആണ്? അതിനാ പറഞ്ഞത് എന്താണ്? ഈ പ്ലെയിൻ മറ്റ് രണ്ട് പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആണ് അല്ലെ? അങ്ങനെയെങ്കിൽ ഈ പ്ലെയിൻ്റെ നോർമൽ വെക്ടർ മറ്റ് രണ്ട് പ്ലെയിൻ്റെ നോർമൽ വെക്ടർ പെർപെൻഡിക്കുലർ ആവില്ലേ? പറഞ്ഞ മനസ്സിലായോ? എന്താണ്? ഈ പ്ലെയിന് മറ്റ് രണ്ട് പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആണ് അല്ലെ? അങ്ങനെയെങ്കിൽ ആ രണ്ട് പ്ലെയിൻ്റെ നോർമൽ വെക്ടർ എൻ്റെ പ്ലെയിനോട് എൻ്റെ പ്ലെയിൻ നോർമൽ വെക്ടർ ആവില്ലേ? ആകും അല്ലെ? അങ്ങനെയെങ്കിൽ ഈ പ്ലെയിൻ്റെ നോർമൽ വെക്ടർ ആരാ? 2y പ്ലസ് 1j മൈനസ് 2k അല്ലേ? അല്ലെ? ഈ പ്ലെയിൻ്റെ നോർമൽ വെക്ടർ ആരാ? 3i മൈനസ് 6j മൈനസ് 2k അല്ലേ? എടാ, ഈ രണ്ടാൾക്കും പെർപെൻഡിക്കുലർ ആയില്ലേ നമ്മൾ നോർമൽ വെക്ടർ അല്ലെ? ഈ രണ്ട് വെക്ടറും പെർപെൻഡിക്കുലർ ആയില്ലേ നമ്മൾ നോർമൽ വെക്ടർ? എന്തുകൊണ്ടാ? രണ്ട് പ്ലെയിൻ്റെ നോർമൽ വെക്ടറേ, രണ്ട് പ്ലെയിൻസേ നമ്മളെ പ്ലെയിൻസിനോട് പെർപെൻഡിക്കുലർ അല്ലെ? അങ്ങനെയെങ്കിൽ ആ രണ്ട് പ്ലെയിൻ്റെ നോർമൽ വെക്ടറേ നമ്മളെ പ്ലെയിൻ്റെ നോർമൽ വെക്ടറോട് പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ? അങ്ങനെയെങ്കിൽ ഇതല്ല ആ രണ്ട് പ്ലെയിൻ നോർമൽ വെക്ടർ. ഈ രണ്ട് പ്ലെയിൻ്റെ നോർമൽ വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും നമ്മളെ വെക്ടർ. അതാരെ വരിക? എടാ, രണ്ട് വെക്ടർ നോർമൽ വെക്ടർ ആണെങ്കിൽ ആ രണ്ട് വെക്ടർ ക്രോസ് ചെയ്താൽ പോരെ അല്ലെ? ഈ രണ്ട് വെക്ടറിന്റെയും നോർമൽ വെക്ടർ, ഈ രണ്ട് വെക്ടറിന്റെയും പെർപെൻഡിക്കുലർ വെക്ടർ ആണെങ്കിൽ, ഈ രണ്ട് വെക്ടറിന് പെർപെൻഡിക്കുലർ വെക്ടർ ആണെങ്കിൽ ആ രണ്ട് വെക്ടേഴ്സ് ക്രോസ് ചെയ്താൽ പോരെ? കാരണം A ക്രോസ് ബി, എക്കും ബിക്കും പെർപെൻഡിക്കുലർ അല്ലേ അല്ലെ? അപ്പൊ നമ്മുടെ വെക്ടർ, നമ്മുടെ വെക്ടർ ഈ രണ്ടാൾക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ? അപ്പൊ രണ്ട് ക്രോസ് ചെയ്താൽ പോരെ? രണ്ട് ക്രോസ് ചെയ്യാൻ പെർപെൻഡിക്കുലർ വെക്ടറുള്ളേ. അപ്പൊ എന്താ ഡിറ്റർമിനന്റ് ഓഫ് IJK വെക്ടർ ആൽജിബ്ര ബേസിക് കാര്യം അറിയണ്ടോ? വേറെ കാര്യങ്ങളൊന്നുമില്ല. 2 1 മൈനസ് 2, പിന്നെ 3 മൈനസ് 6 മൈനസ് 2. ഫസ്റ്റ് റോ ബേസ് എക്സ്പാൻഡ് ചെയ്യുക, പ്ലസ് മൈനസ് പ്ലസ് അല്ലെ? അത് പ്ലസ് ആയി. അത് ഉൾപ്പെടുന്ന റോയും കോളൊക്കെ ബാക്കി എന്താ? -2 -12 അല്ലേ? -14. പിന്നെ -j, അത് ഉൾപ്പെടുന്ന റോയും കോളൊക്കെ എന്താ? -4 -4 -6 -4 + 6 2 അല്ലേ? പിന്നെ +k,
അത് ഉൾപ്പെടുന്ന റോയും കോളമൊക്കെ എന്താ -12 -3 -15 അല്ലേ. ചുരുക്കി പറഞ്ഞാൽ ഇതെന്തായി -14 ആയി -2j -15 അല്ലെ. ഇത് നോർമൽ വെക്ടർ. അപ്പൊ നോർമൽ വെക്ടർ എന്താ -14 ആയി -2j -15 ഇനി അതിന്റെ ഇക്വേഷൻ കാണാൻ ഒരു ബുദ്ധിമുട്ടില്ല അല്ലെ. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത എന്താണ് എടാ നമ്മുടെ നോർമൽ വെക്ടർ തന്നില്ല അല്ലെ. പകരം പറഞ്ഞാ നമ്മുടെ പ്ലെയിൻ മറ്റ് 2 പ്ലെയിൻസിനോട് പെർപെൻഡിക്കുലർ അല്ലെ. അങ്ങനെയെങ്കിൽ ആ മറ്റ് 2 പ്ലെയിൻസിന് നോർമൽ വെക്ടർ നമ്മുടെ പ്ലെയിനിന്റെ നോർമൽ വെക്ടർ ആയിരിക്കും. നോർമൽ വെക്ടർ പെർപെൻഡിക്കുലർ ആയിരിക്കും നമ്മുടെ പ്ലെയിൻ നോർമൽ വെക്ടർ. യെസ്. അപ്പൊ ആ 2ന്റെ നോർമൽ വെക്ടർ എടുത്തു അല്ലെ. ഈ 2 വെക്ടറിന്റെ പെർപെൻഡിക്കുലർ വെക്ടർ കാണാം. ആ 2 വെക്ടർ ക്രോസ് ചെയ്താൽ മതി. അപ്പൊ കിട്ടി അല്ലെ. ഇനി ഈസിയാ അല്ലെ. ഇനി എങ്ങനെയാ ഇയാളെ ഞാൻ R ആക്കി എടുത്തു. R എന്താ XYZ അല്ലെ. അപ്പൊ ഈ വെക്ടർ ആരാ AR ബാർ. വളരെ ഡയറക്റ്റ് ചെയ്താം അല്ലെ. ഞാൻ ഡയറക്റ്റ് ചെയ്താണ്. ആ വെക്ടർ എന്താ x -1 ആയി y -1j z -1 നോർമൽ വെക്ടർ ആരാ -14 ആയി -2j -15 അല്ലെ. ഇതാണ് ഈ എഴുതിയ വെക്ടർ. ഇതാണ് നോർമൽ വെക്ടർ. 2 തമ്മിൽ ആംഗിൾ 90 അല്ലേ അല്ലെ. 2 വെക്ടർ തമ്മിൽ ആംഗിൾ 90 ആണെങ്കിൽ ഡോട്ട് 0 ആയിരിക്കൂലേ. അപ്പൊ ഡോട്ട് എടുക്കുക എന്താ വരിക x -1 × -14 സോ -14 × x -1 y -1 × -2 -2 × y -1 z -1 × -15 -15 × z -1 എന്തായിരിക്കും 0 ആയിരിക്കും അല്ലെ. ആൻസർ ആയി. അപ്പൊ എന്താ -14x -14x -14 -1 +14 -2 × y -2y -2 × -1 +2 -15 z -15z -15 -1 +15 0 അല്ലേ. അപ്പൊ ആരാ -14x -2y -15z ഇതാരാ 14 + 2 16 16 + 15 31 അല്ലെ. ഈ ടേം ഇങ്ങോട്ട് പോയപ്പോഴാ. അപ്പൊ എന്താ 14x + 2y + 15z എന്താ 31 അല്ലെ. ഓപ്ഷൻ സി അല്ല ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി വരിക. ഓക്കെ. അപ്പൊ അത് എല്ലാവർക്കും ഓക്കെ ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കണേ. ഒരു ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. കാര്യം ക്ലിയർ ആക്കുന്നത് മാത്രമാണ്. നെക്സ്റ്റ് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാണ്. എഗൈൻ ഇനി ഇതിന്റെ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യന്മാർ ഞാൻ വരും കേട്ടോ. 2025 24 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നമ്മൾ ചെയ്യാം. ഓക്കെ. ഇവിടെ എന്താ P is the image of the point 3,1,7 with respect to the plane അല്ലെ. അതേ ഒരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിൻ ആരാ x - y + z + z = 3 x - y + z = 3 അപ്പൊ z - 3 0 അല്ലേ അല്ലെ. ദെൻ പോയിന്റ് ആരാ 3,1,7 ഈ 3,1,7 എന്ന പോയിന്റിന്റെ ഇമേജ് ആണ് ആര് P. സോ P എനിക്കറിയില്ല. ഞാൻ ഇവിടെ P കാണാം. P നമുക്ക് ആവശ്യമുണ്ട്, വഴിയെ ആവശ്യമുണ്ട്. അപ്പൊ P കാണാൻ ആദ്യം. ഓക്കെ. ഞാൻ ആദ്യം P ആണ്. P ഇമേജ് അല്ലേ. അപ്പൊ അതിന് ആൽഫ ബീറ്റ ഗാമ വിളിച്ചു അല്ലെ. അവിടെ ക്വസ്റ്റ്യനിൽ വൃത്തിയാണ് പറഞ്ഞിട്ട് 3,1,7 എന്ന പോയിന്റിന്റെ ഈ കാണുന്ന പ്ലെയിനെ ബേസ് ചെയ്ത ഇമേജ് ആണെന്ത് P അല്ലെ. ആ P ആൽഫ ബീറ്റ ഗാമ എന്ന് വിളിച്ചു അല്ലെ. അങ്ങനെ P എങ്ങനെയാണ് P കാണാനുള്ള ഈസിയാ. എങ്ങനെയാ എക്സും കുറക്കുക. അപ്പൊ എന്താ ആൽഫ -3 ബൈ എക്സിന്റെ ക്വസ്റ്റ്യൻ ആരാ 1 വൈയും കുറക്കുക. അപ്പൊ എന്താ ബീറ്റ -1 ബൈ വൈന്റെ ക്വസ്റ്റ്യൻ ആരാ -1 z കുറക്കുക ഗാമ -1 ബൈ z ക്വസ്റ്റ്യൻ എന്താ 1. ഇനിയോ ഇമേജ് അല്ലേ. സോ -2 ഇൻറ്റു ഈ പോയിന്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ 3 ഇൻറ്റു 1 × x 1 × 3 -y അല്ലേ. y എന്താ 1 പ്ലസ് z അല്ലേ. z ആരാ 7 -3 ഉണ്ട് ഡിവൈഡ് ബൈ ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ എന്താ 1² + 1² + 1² 3 ആവില്ലേ അല്ലെ. അപ്പൊ എന്താവും ആൽഫ -3 = ഇവിടെ ബീറ്റ -1 ബൈ -1 അല്ലേ. അത് 1 - ബീറ്റ അല്ലേ = ഇവിടെ ഗാമ -7 അല്ലേ. യെസ് = ഇവിടെ എന്താ ഇവിടെ ഈ 3 പോയി. ബാക്കി എന്താ ഇത് 7 - 1 6 6/3 2 അല്ലേ. 2 × -2 -4 അല്ലേ -4 അല്ലെ. അപ്പൊ ആൽഫ -3 -4 ആണെങ്കിലേ ആൽഫ -3 -4 ആണെങ്കിലേ ആൽഫ 3 - 4 -1 അല്ലേ അല്ലെ. ഇനി 1 - ബീറ്റ -4 ആണെങ്കിലേ 1 - ബീറ്റ -4 ആണെങ്കിലേ ഇത് ഇങ്ങോട്ട് പോയി ബീറ്റ = 1 + 4 5 അല്ലേ അല്ലെ. ഇനി ഗാമ -7 -4 ആണെങ്കിലേ ഗാമ എന്താ 7 - 4 3 അല്ലേ അല്ലെ. അങ്ങനെയെങ്കിൽ P എന്ന പോയിന്റ് ആൽഫ കോമ ബീറ്റ കോമ ഗാമയല്ലേ. P ആർ ആൽഫ കോമ ബീറ്റ കോമ ഗാമയല്ലേ. ആ P എന്ത് കിട്ടി
-1,5,3 എന്നിട്ട് അതെല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കണം അല്ലേ. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞാ അതൊരു ക്ലിയർ അല്ലേ. ദെൻ ഇക്വേഷൻ ഓഫ് പ്ലെയിൻ പാസിങ് ത്രൂ പി. ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ കാണും അല്ലേ, ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ കാണും. ആ പ്ലെയിനിന്റെ പ്രത്യേകത എന്താ? ആ പ്ലെയിന് പാസ് ചെയ്യുന്ന പോയിന്റ് ആരാ? പി ആണ്. ആ പി ആരാ? പി ഇപ്പൊ നമുക്ക് കിട്ടിയില്ലേ? ആരാ? -1,5,3 അല്ലേ. പാസ് ചെയ്യുന്ന പോയിന്റ് ആരാ? -1,5,3 ആണ് അല്ലെ. പിന്നെന്താ? ആൻഡ് കണ്ടെയ്നിങ് ദ സ്ട്രെയിറ്റ് ലൈൻ അല്ലെ. ആ പ്ലെയിനിൽ വേറൊരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാ. ഈ പ്ലെയിനിൽ വേറൊരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട് അല്ലെ. ആ സ്ട്രെയിറ്റ് ലൈൻ ആരാ? x/1 = y-2 = z-1. x/1 = y/2 = z/1. അങ്ങനെ ആ പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാം. എന്താ ചെയ്യുക? നിങ്ങൾ പറ. എന്താ നല്ലോണം ആലോചിച്ച് പറഞ്ഞേ. ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാം അല്ലേ. അവിടെ ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയാം, ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ ആ പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ് വേണം, ആ പ്ലെയിൻ്റെ നോർമൽ വെക്ടർ വേണം. വേണ്ടേ അല്ലേ? ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ ആ പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ് വേണം, ആ പ്ലെയിൻ്റെ നോർമൽ വെക്ടർ വേണം അല്ലേ. ഇവിടെ പാസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട് അല്ലേ. ഇനി എന്ത് കിട്ടിയാൽ മതി? ആ പ്ലെയിൻ്റെ നോർമൽ വെക്ടർ കിട്ടിയാൽ മതി. അതെങ്ങനെ കിട്ടാം? ഈസിയാ. ഈ പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ്, ഈ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് ആരാ അല്ലെ. നമുക്ക് എല്ലാവർക്കും ലൈൻ്റെ ഇക്വേഷനെ x-x1/a y-y1/b z-z1/c എന്ന് പറയുമ്പോഴേ x1 y1 z1 പാസ് ചെയ്യുന്ന പോയിന്റ് അല്ലേ. അപ്പൊ ഇത് x-0 y-0 z-0. സോ പാസ് ചെയ്യുന്ന പോയിന്റ് 0,0,0 അല്ലേ. 0,0,0 അല്ലെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ രണ്ട് പാസ് ചെയ്യുന്ന പോയിന്റ് കിട്ടി അല്ലെ. അതിൽ ആരോടെ യൂസ് ചെയ്യാം? ഒന്നെങ്കിൽ ഈ പാസ് ചെയ്യുന്ന പോയിന്റ് എടുക്കാം, അല്ലെങ്കിൽ ഈ പാസ് ചെയ്യുന്ന പോയിന്റ് എടുക്കാം അല്ലെ. പക്ഷെ എനിക്ക് പാസ് ചെയ്യുന്ന പോയിന്റ് രണ്ടും കിട്ടിയ കാര്യമില്ല. എനിക്ക് നോർമൽ വെക്ടർ കിട്ടണം അല്ലെ. നോർമൽ വെക്ടർ കിട്ടിയാൽ എനിക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാൻ പറ്റുള്ളൂ. എങ്ങനെ നോർമൽ വെക്ടർ കിട്ടാം? അത് വളരെ ഈസിയാണ്. ഞാനേ പറയുന്നത് ശ്രദ്ധിക്കണേ. ഇതല്ല ലൈൻ്റെ ഇക്വേഷൻ. അങ്ങനെയെങ്കിൽ ആ ലൈൻ്റെ നോർമൽ വെക്ടർ ആരാ? നോർമൽ വെക്ടർ ഈ താഴെ കാണുന്ന ആളല്ലേ. ആരാ? 1i + 2j + 1k. ഇത് പറ, ഈ കാണുന്ന വെക്ടർ ആരാ? ഈ പോയിന്റ് അറിയാം. ഓക്കെ. അവിടെ ഞാൻ ഈ വെക്ടർ ഒന്ന് കാണാൻ പോണേ. ഈ വെക്ടർ എങ്ങനെയാണ്? രണ്ട് പോയിന്റ് കിട്ടിയാലേ ആ വെക്ടർ സെക്കൻഡ് മൈനസ് ഫസ്റ്റ് അല്ലേ. സെക്കൻഡ് മൈനസ് ഫസ്റ്റ് അപ്പം എന്തിനാ? 0 - 0 - 1 1i, 0 - 5 -yj, 0 - 3 -3k അല്ലേ. അത് കിട്ടിയോണ്ട് വല്ല കാര്യം എന്താ? അവിടെ നമുക്ക് കാണേണ്ട നോർമൽ വെക്ടറാ. ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ ആണെങ്കിലേ ആ പ്ലെയിൻ പാസ് ചെയ്യുന്ന പോയിന്റ് വേണം. ആ പാസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. ഇനി ആ നോർമൽ വെക്ടർ വേണം. എങ്ങനെ ആ പ്ലെയിൻ നോർമൽ വെക്ടർ ആണ്? അതിന് ഈ വെക്ടറും പോരെ. കാരണം എന്താ? ഈ രണ്ട് വെക്ടറും ആ പ്ലെയിനിലെ വെക്ടറാ അല്ലെ. അവിടെ പ്ലെയിനിലെ രണ്ട് വെക്ടേഴ്സ് ക്രോസ് ചെയ്താലേ ആ പ്ലെയിൻ്റെ നോർമൽ വെക്ടർ ഇടൂലേ. എങ്ങനെയാ? അവിടെ ഇത് പ്ലെയിൻ ആണ്. ഈ പ്ലെയിനിൽ ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, ഇങ്ങോട്ട് വെക്ടർ ഉണ്ട്. ആ രണ്ട് ക്രോസ് ചെയ്താലേ നോർമൽ വെക്ടർ ഇടൂലേ. കിട്ടും അല്ലെ. നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്നതാണ് അല്ലേ. ഈ പ്ലെയിനിൽ രണ്ട് വെക്ടർ, ഒരു വെക്ടർ ഇങ്ങനെ, ഒരു വെക്ടർ ഇങ്ങനെ, ആ രണ്ട് ക്രോസ് ചെയ്താലേ ആ പ്ലെയിനിൽ നോർമൽ വെക്ടർ ഇടും അല്ലേ. അങ്ങനെയെങ്കിൽ ഈ പ്ലെയിനിൽ നോർമൽ വെക്ടർ ഇടാനേ ഈ കാണുന്ന വെക്ടറും ക്രോസ് ചെയ്യാൻ പോലെ മതി. അപ്പൊ നോർമൽ വെക്ടർ ഇടും. നോർമൽ വെക്ടർ പിന്നെ ആൻസർ ആയില്ലേ. വളരെ ഈസിയാണ്. എന്താ? ഡിറ്റർമിനന്റ് ഓഫ് i, j, k. ഒരു വെക്ടർ എന്താ? 1 to 1 അല്ലേ. 1 to 1. മറ്റു 1 - y -3 അല്ലേ. 1 - y -3 ക്രോസ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താ? ഫസ്റ്റ് റോ ബേസ് എക്സ്പാൻഡ് ചെയ്യുക. പ്ലസ് i ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളാക്കി ബാക്കി -6 -o -y അല്ലേ. -1i -j ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളാക്കി ബാക്കി -3 -1 -4 അല്ലേ. +k ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളാക്കി ബാക്കി -5 -2 -7 അല്ലേ. ചുരുക്കി പറഞ്ഞത് ആരായി? ചുരുക്കി പറഞ്ഞ നമുക്ക് എന്ത് കിട്ടി? പ്ലെയിൻ്റെ നോർമൽ വെക്ടർ കിട്ടി അല്ലെ. ആരെ നോർമൽ വെക്ടർ? -1i + 4j -1i + 4j -7k ആണ് അല്ലെ. ഇനി പ്ലെയിന് പാസ് ചെയ്യുന്ന പോയിന്റ് ഏതാ? പാസ് ചെയ്യുന്ന പോയിന്റ് എനിക്ക് ആരെ വേണം എടുക്കാം. ഒന്നെങ്കിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ 0 0 എടുക്കാം. രണ്ടിടത്താലും കണക്കാ. അപ്പൊ ഏറ്റവും ഈസി 0,0,0 എടുക്കുന്നല്ലേ. ഞാൻ എടുക്കാം 0,0,0. ഇന്ന പ്ലെയിൻ്റെ ഇക്വേഷൻ വളരെ ഈസി അല്ലേ. ഇതിനെ x, y, z ആക്കി എടുത്തു അല്ലെ. അപ്പൊ ഈ വെക്ടർ എന്താ? സെക്കൻഡ് മൈനസ് ഫസ്റ്റ്. x - 0i xi, y - 0j yj, z - 0k zk അല്ലെ. ഇനി ഈ വെക്ടർ ഏതാ? ഇതല്ലേ. -1i + 4j -7k അല്ലെ. ഈ രണ്ട് വെക്ടറും പെർപെൻഡിക്കുലറാ. അപ്പൊ ഡോട്ട് ചെയ്ത് 0 ഇട്ടൂലേ. ഡോട്ട് ചെയ്യുക. അപ്പൊ എന്തിനാ? x-ന് -1 -x, 4 × y, z-ന് -7 -7z. ഇതെന്താണ്? 0 ആണ്. ഇത് ആൻസർ വരും. -x. ഇനി ഇത് ഓപ്ഷനില്ല. ഓപ്ഷനിലേക്ക് എത്തിയാൽ ഞാൻ എല്ലാ ടേമും നെഗറ്റീവ് പഠിപ്പിക്കാം അല്ലേ. -x എന്താവും? +x, +4 എന്ത് ചെയ്യും? -4, -7z എന്താവും? +7z,
പ്ലസ് 7z ഈക്വൽ 0. എക്സ് മൈനസ് 4y പ്ലസ് 7z എന്താണ് 0. ഓപ്ഷൻ സി ആൻസർ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് പ്ലെയിനെ കുറിച്ച് പറയുന്നത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം കാണാം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.